ഇതാ വരുന്നടാ. എടി എണീറ്റേ, നേരെ 6 മണി. അപ്പം കയറുന്നതിന് മുമ്പ് നീ പോയി കുളിച്ചേ. അമ്മ ഫാനൊന്ന് ഓഫാക്കിയേ. ഇരുന്നോടി, ഞാൻ ചായ എടുക്കാം. നീ അടുത്ത ആഴ്ച വരണുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊടുങ്ങല്ലൂർക്ക് പോവാം. കുറെ കാലമായില്ലേ എല്ലാവരും കണ്ടിട്ട്. ഇന്നാണെങ്കിൽ ഞാൻ വല്യപ്പച്ചനെ സ്വപ്നവും കണ്ടടി. എന്തേടി അമ്മ എന്തേലും പ്രശ്നമുണ്ടാ? ഉണ്ടൊക്കെ പറയടി. അമ്മ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ വിവേകിനെ അമ്മയ്ക്ക് അറിയില്ലേ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അമ്മ നോക്കണ്ട, പള്ളിയും പട്ടക്കാരൊന്നുമല്ല. അപ്പ സമ്മതിക്കൂലെന്ന് എനിക്കറിയാം. ഞങ്ങളിന്ന് രജിസ്റ്റർ ചെയ്യാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പനെ വിളിച്ചോളാം. അമ്മ ഒന്നും അറിയില്ല പറഞ്ഞാൽ മതി. എടി മോളെ, അപ്പം കൊണ്ടിട്ട് ആരെങ്കിലും കിട്ടിയാൽ ഞാനും ഇതുപോലെയാവും. എനിക്ക് സന്തോഷമായി ജീവിക്കണം അമ്മേ. നിനക്ക് പൈസ വല്ലതും വേണം? വേണ്ടപ്പാ, എൻ്റെ കയ്യിലുണ്ട്. ആ കോയിലൂത്തുകാരൻ മരിച്ചുട്ടാ, അറിഞ്ഞാ? കപ്പ്യാര് പള്ളി ഓർക്കാൻ ചെന്നപ്പോഴാണ് കണ്ടത്. ആ കോയിലും നെഞ്ച തടക്കി പിടിച്ച് കിടക്കണായിരുന്നു. അമ്മാതിരി കൂടിയായിരുന്നില്ലേ? മരിച്ചടക്കുമ്പോഴും പറയണത് കേട്ടില്ലേ, കുഴലൂത്തുകാരെന്ന്. അയാളൊരു കലാകാരനായിരുന്നില്ലേ, നല്ലൊരു പേരുണ്ടായിരുന്നില്ലേ? അതൊക്കെ ആരോർക്കാൻ.
എൻ്റെ അമ്മച്ചിക്ക് കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ കലിയാർന്ന്. കാരണം എൻ്റെ അപ്പനൊരു ഒന്നൊന്നര കലാകാരനായിരുന്നേ. ചവിട്ട് നാടകം എന്ന് പറഞ്ഞാൽ അപ്പം ചാവും. സ്വന്തമായിട്ട് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ പാതിര വരെ പ്രാക്ടീസാ. ഒടുക്ക അമ്മച്ചി വന്നൊരു പെയ്ത്താ, ഇങ്ങേർക്കട കളി കാരണം കുടുംബം മുടിയുമല്ലോ തമ്പുരാനേന്ന്. തിരക്ക് പിടിച്ചൊരു പെരുന്നാക്കാലത്താണ് അപ്പൻ്റെ ട്രൂപ്പിൽ കുഴൽ വായിക്കണ തൊമ്മൻ ചേട്ടന് വയ്യാണ്ടാവണത്. പിറ്റേന്നത്തെ കളിക്ക് ആളെ കിട്ടാണ്ട് അപ്പം പരക്കം പായുമ്പോഴാണ് നിലമ്പൂക്കാരനൊരു ചെക്കനെ പറ്റി ആരോ പറയണത്. അപ്പൻ്റെ കൂടെ നടന്നു വരണത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല പൊക്കവും ചുരുണ്ട മുടിയും കാണാൻ നല്ല ചേലാർന്ന്. ഇന്നെൻ്റെ മോക്കട കല്യാണാണ്. മിന്നേട്ടും കുർബാനയും കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരുമായിട്ട് വിരുന്ന് സൽക്കാരത്തിൻ്റെ നേരാണ്. പരാതി പറയണതല്ലട്ടാ, സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാൽ മതി. അവക്കടെ ആദ്യ കുർബാന കഴിഞ്ഞ് ആ വെള്ളൊടുപ്പൊക്കെ ഇട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞാർന്ന്, എൻ്റെ മോക്കട മുന്നേറ്റം കഴിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണ കാണാനുള്ള ആയുസ്സും ആരോഗ്യം എനിക്ക് തരണേന്ന്. ഓർമ്മയുണ്ടാ? ഇത് ഞാൻ നായികയായിട്ട് കളിച്ച നാടകത്തിലെ ചുവടാന്ന് പറഞ്ഞാ നീ വിശ്വസിക്കുവാ? നീ വന്നേ. നേരാടാ, അപ്പൻ്റെ ബ്രഷീന നാടകത്തിലെ ബ്രഷീനയായിരുന്നു ഞാൻ. അമ്മച്ചി കുറേ ബഹളം വെച്ച് പിന്നെ ഞാൻ കെഞ്ചി പറഞ്ഞിട്ടാ സമ്മതിച്ച്. അമ്പൂരുന്നാളുടെ തലേന്ന് ചൊവ്വൂര് പള്ളിയിലായിരുന്നു ആദ്യത്തെ കളി. കളിയൊക്കെ എനിക്ക് മനപ്പാടായിരുന്നു. പക്ഷേ തട്ടേ കയറി പള്ളിപ്പറമ്പ് നിറഞ്ഞിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഞാനൊന്ന് വിറച്ച്. ആദ്യ ചുവട് കഴിഞ്ഞ പാടെ ഞാനൊരു നിപ്പ് നിന്ന് ചുവടും കളിയും ഒക്കെ അങ്ങോട്ട് മറന്ന പോലെ. ആളുകൾ കൂവാനൊരുങ്ങാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാർന്ന്. ആ നേരത്ത് ഫ്രാൻസി എന്തോ കുഴലിൽ വായിച്ച് നാടകത്തിലില്ലാത്തൊരു ഈണാർന്നത്. അത് കേട്ടതും ആളുകളൊന്ന് അടങ്ങി, ഞാനും. പിന്നെ കർത്താവിനെ മനസ്സിൽ വിചാരിച്ച് ഞാനങ്ങ് കളിച്ച് നാടകം കസറി. ഒടുക്കം കർട്ടൻ വീണപ്പോൾ സ്റ്റേജിൻ്റെ പുറകിൽ വന്നെനിക്ക് നോട്ടുമാലയിട്ട് ആളും തിരക്കൊഴിഞ്ഞപ്പോൾ അതിലൊരെണ്ണം എടുത്ത് ഫ്രാൻസിയുടെ കഴുത്തിലിട്ട് കൊടുത്ത് എപ്പോഴും ചിരിക്കും പോലെ അപ്പോഴും ചിരിച്ച്. കാറ്റത്ത് പാറണ തൂവൽ പോലെ മാറ
എൻ്റെ മോക്കട ചെക്കൻ സുന്ദരനാണ് കേട്ടാ. ബ്രഷീന നാടകം ഞങ്ങൾ കുറേ വേദികളിൽ കളിച്ച് ഞാൻ വലിയ നടിയാവുമെന്ന് അപ്പനോട് പലരും പറയായിരുന്നു. അത് കേൾക്കുമ്പോൾ മൂപ്പർക്ക് വലിയ സന്തോഷമായിരുന്നു. എൻ്റെ ലാലീന നായികയാക്കി അടുത്ത സീസണിൽ ഫ്ലോറി പീസ് കളിക്കുമെന്ന് അപ്പം കൂട്ടുകാരോട് പറയായിരുന്നു. പക്ഷേ അതിനൊന്നും കാക്കാണ്ടോ തമ്പുരാൻ വിളിച്ചില്ലേ. അപ്പം പോയപ്പം ട്രൂപ്പ് പൊളിഞ്ഞ് പലരും പല വഴിക്ക് പോയി. ഫ്രാൻസി മാത്രം ഇടയ്ക്ക് വരുമായിരുന്നു. അവനങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റൂലല്ല. അഭിനയിക്കാൻ വേണ്ടി പലരും എന്നെ വിളിച്ചാർന്ന്, വിട്ടില്ല. അമ്മച്ചി എനിക്ക് കല്യാണം നോക്കി തുടങ്ങിയപ്പോൾ ഞാൻ ഫ്രാൻസിക്ക് എഴുതി. അവൻ വന്ന് കുറേ പറഞ്ഞു നോക്കി. അമ്മച്ചി അടുത്തില്ല. നാടകപ്രാന്തായിട്ട് നടക്കണവരുടെ കൂടെ പോയാൽ അരവയറും പട്ടിണിയായിരിക്കും എന്നും പറഞ്ഞ് അമ്മച്ചി എനിക്ക് ഒരാളെ കണ്ടെത്തി. നേരാണ്, അങ്ങേരെന്നും പണിക്കോ, കഴിക്കാനും എടുക്കാനും ഒന്നും മുട്ടില്ല. അങ്ങെത്തുമ്പം ഞാൻ അമ്മച്ചീനോട് പറയും, ഇതൊന്നുമല്ല സന്തോഷം എന്ന്. ഇതങ്ങേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം. ഒരു തുള്ളി കുടിക്കൂലായിരുന്നു. കുടിച്ചാ മരിച്ചത്. എനിക്ക് ഒന്നുകൂടെ തട്ടക്കേറാൻ തോന്നട. സിന്ദൂരമാനസമുന്തേരിയേ നാനും സിന്ദൂര
നേരത്ത് ഫ്രാൻസി എന്തോ കുഴലിൽ വായിച്ച് നാടകത്തിലില്ലാത്തൊരു ഈണാർന്നത്. അത് കേട്ടതും ആളുകളൊന്നടങ്ങി. ഞാനും